പെന്തക്കോസ്ത് യുവജന സംഘടന 2025-2029 കോട്ടയം മേഖലയുടെ പ്രവർത്തനോദ്ഘാടനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസനും ഈ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും മറ്റ് സഭാ ശുശ്രൂഷകന്മാർക്കും സെന്റർ ശുശ്രൂഷകന്മാർക്കും പെന്തക്കോസ്ത് യുവജന സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം ഞാൻ പ്രാരംഭമായി അറിയിക്കട്ടെ. ദൈവം നമ്മെ എന്തിനായി തെരഞ്ഞെടുത്തു? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമെങ്കിൽ നാം എങ്ങനെയായിരിക്കണം, എന്ത് ആയിരിക്കണം? കയ്യുറ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു കയ്യുറ എന്റെ മുൻപിൽ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെറുതെ വച്ചിരിക്കുന്നു. ഞാൻ ആ കയ്യുറയോട് പറയുകയാണ്, കയ്യുറ, നീ മുൻപിലിരിക്കുന്ന ഗ്ലാസ് എടുക്കുക. കയ്യുറ, നീ മുൻപിലിരിക്കുന്ന പുസ്തകം ഇങ്ങെടുക്കുക. ഞാൻ എന്തെല്ലാം എടുക്കാൻ പറഞ്ഞാലും കയ്യുറ നിർജീവമാണ്, നിശ്ചലമാണ്. ആ കയ്യുറയ്ക്ക് അതൊന്നും എടുക്കാൻ കഴിയില്ല. എന്നാൽ ആ കയ്യുറ ഞാൻ കയ്യിൽ ധരിച്ചു കഴിഞ്ഞിട്ട് എന്റെ കൈകൊണ്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. എന്റെ കൈക്ക് എത്രമാത്രം ഭാരം വഹിക്കാൻ കഴിയുമോ അത്രയും ഭാരമുള്ള വസ്തുക്കൾ വരെ എനിക്ക് പൊക്കിയെടുക്കുവാനായി കഴിയും. കയ്യുറ വീണ്ടും എന്റെ കയ്യിൽ നൂരി തറയിലിട്ടാൽ ആ കയ്യുറയ്ക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിശ്ചലമായിരിക്കും. ഇതുപോലെയാണ് ഞാനും നിങ്ങളും. ദൈവത്തിന്റെ കയ്യിൽ ദൈവത്തിനിണങ്ങിയ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒന്നായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവഹിതപ്രകാരം ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന് പ്രയോജനമുള്ള മാനപാത്രങ്ങളായി തീരണം. PYPയുടെ ആപ്തവാക്യം എന്താണ്? സേവ് ടു സെർവ്. സേവനത്തിനായി രക്ഷിക്കപ്പെട്ടു. ഏത് സേവനത്തിന്? ദൈവത്തിന്റെ പകരക്കാരായി നിന്നുകൊണ്ട് സമസൃഷ്ടികളായ മനുഷ്യരെ സ്നേഹിക്കുവാൻ, അവരെ സ്നേഹത്തോടെ സേവിക്കുവാൻ. പോരാ, സകലത്തിലും ഉപരിയായി നമ്മെ സ്നേഹിച്ച, അളക്കാൻ കഴിയാത്ത അതിരുകളുള്ള സ്നേഹം നമ്മിൽ പകർന്നു തന്ന ദൈവത്തിന്റെ സേവനത്തിൽ നാം സജീവമായിരിക്കണം. ദൈവിക സേവനത്തിൽ ദൈവത്തിനു വേണ്ടിയും മനുഷ്യർക്കു വേണ്ടിയും നാം പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. അതിന് പൂർണ്ണമായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ശിംശോനെ കുറിച്ച് നമുക്കറിയാം. ജനനത്തിലെ നാസീർവ്രതസ്ഥനായിരുന്നു. അവൻ യഹോവയ്ക്ക് വേണ്ടി വേർതിരിയപ്പെട്ടവനായിരുന്നു. അവൻ ദൈവകരങ്ങളിൽ ശക്തിയായി ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കൽ ഒരു സിംഹത്തെ അവന്റെ കൈകൊണ്ട് ഒരാട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറിക്കളഞ്ഞു. നാം മനസ്സിലാക്കണം, ശത്രുവായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി ലോകം മുഴുവൻ ഊടാടി സഞ്ചരിക്കുമ്പോൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും, ഒന്നുകൂടെ പറഞ്ഞാൽ കരുത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ചിന്താശേഷിയുണ്ട് എന്ന് പറയുന്ന യൗവനക്കാരെ, നിങ്ങളെ ഓരോരുത്തരെയും, നമ്മിൽ ഓരോരുത്തരെയും അല്ല, ലോകത്തെ മുഴുവൻ യുവാക്കന്മാരെയും വിഴുങ്ങിക്കളയുവാൻ, തകർത്തുകളയുവാൻ പിശാച് അവന്റെ മുഴുവൻ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കാലയളവാണിത്. ഇവിടെ നാം ദൈവത്തിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി ഉപയോഗിക്കപ്പെടുന്നുവെങ്കിൽ പിശാചിനെയും അവന്റെ സകല പ്രവൃത്തികളെയും തകർത്തുകളയുവാൻ ദൈവം നമുക്ക് ബലം തരും. അത് നമ്മുടെ ബലമല്ല, ദൈവത്തിന്റെ ശക്തിയാണ്. ശിംശോനെ പോലെ അതിശക്തമായി ദൈവത്തിനു വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കും. ഫിലിസ്തീയർ ദൈവജനത്തിനെതിരായി തീർന്നപ്പോൾ 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ കൂട്ടിച്ചേർത്ത് കെട്ടി, ആ വാലുകളുടെ അറ്റത്ത് പന്തം കെട്ടിയിട്ട് അതിന് തീ കൊളുത്തി ഫിലിസ്തീയരുടെ കൃഷിയിടങ്ങളിലേക്ക് വിട്ട് അവരുടെ സകല കൃഷിയെയും നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ 300 കുറുക്കന്മാരെ പിടിച്ചു കെട്ടുവാനുള്ള കരുത്ത് ശിംശോന്റെ കൈകൾക്ക് എവിടെ നിന്ന് കിട്ടി? അവൻ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടപ്പോൾ. അവിടെ കൊണ്ട് മാത്രം തീർന്നില്ല.
ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് 1000 പേരെ അടിച്ചു കുന്ന് 2 എന്ന് കൂട്ടിയിട്ടതായി നാം കാണുന്നു. പിശാച് അവന്റെ മുഴുശക്തിയോടും കൂടെ നന്മകളെ മുഴുവൻ തകർത്ത് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി സകല മനുഷ്യരെയും അവന്റെ അധീനതയിലാക്കി ബന്ധനസ്ഥരാക്കി നിത്യനരകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിശേഷിച്ച് യുവതീയുവാക്കന്മാരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നാം പിശാചിനെ എതിർക്കേണ്ടവരാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയേണ്ടവരാണ്. പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടവരാണ്. നാം ഈ കാലയളവിൽ വെറുതെ ഇരുന്നാൽ എങ്ങനെയിരിക്കും? മയക്കുമരുന്ന് വളരെയധികം യുവതി യുവാക്കന്മാരെ ബാധിച്ചിരിക്കുന്നു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ എത്രയോ 10,000-കണക്കിന് ബുദ്ധിമാന്മാരായ കുട്ടികളാണ് മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും അടിമകളായി ജീവിതം നശിപ്പിക്കുന്നത്. മാതാപിതാക്കന്മാർക്ക് കണ്ണുനീരായി, സമൂഹത്തിന് ഒരു ഭാരമായി തീരുന്നത്. അവരിലേക്ക് ദൈവത്തെ എത്തിച്ചു കൊടുക്കുവാൻ, ദൈവവചനം എത്തിച്ചു കൊടുക്കുവാൻ ദൈവം ആരെയാ കണ്ടിരിക്കുന്നത്? എന്നെയും നിങ്ങളെയുമാണ്. ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. മാറിക്കിടക്കുന്ന ഒരു കയ്യുറ പോലെ ഉപയോഗശൂന്യമായി കിടക്കാനല്ല, ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ധരിച്ച ഒരു കയ്യുറ പോലെ ദൈവത്തിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധമായി നാം തീരുന്നുവെങ്കിൽ നമ്മിലൂടെ ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. 10,000-കണക്കിന് യുവാക്കന്മാരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനും ദൈവരാജ്യത്തിനു വേണ്ടി ശക്തിയുള്ള പോരാളികളായി അവരെ മാറ്റിയെടുക്കുവാനും ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. മാത്രമല്ല, പെന്തക്കോസ്ത് യുവജന സംഘടനയ്ക്ക് കഴിയണം. ഈ ലോകത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തുവാൻ, യുവതി യുവാക്കന്മാരുടെ ഇടയിൽ ഒരു ശക്തമായ പരിവർത്തനമുണ്ടാക്കുവാൻ, അവരിലുള്ള തിന്മകളെ പൂർണ്ണമായി തൂത്തെറിഞ്ഞുകൊണ്ട് അവരെ നന്മയിലേക്ക് നയിക്കുവാൻ, പിശാച് നയിക്കുന്നവരെ ദൈവകൃപയിൽ ദൈവോന്മുഖരായി മുന്നോട്ട് നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദിസ് വേൾഡ് ഈസ് നോട്ട് വെയിറ്റിംഗ് ഫോർ എ ന്യൂ ഡെഫിനിഷൻ ഓഫ് ദ ഗോസ്പൽ ബട്ട് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദി പവർ ഓഫ് ദ ഗോസ്പൽ. ഈ ലോകം കാത്തിരിക്കുന്നത് സുവിശേഷത്തിന്റെ ഒരു പുതിയ നിർവചനത്തിനു വേണ്ടിയല്ല, ദൈവവചനത്തിന്റെ ഒരു പുതിയ നിർവചനത്തിനു വേണ്ടിയല്ല. ദൈവവചനത്തെ പലതായി കീറി മുറിച്ചു വ്യാഖ്യാനിച്ച് വ്യാഖ്യാന ശാഖകളിലൂടെ പഠിപ്പിച്ചെടുത്തതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണം. മറിച്ച് ഞങ്ങളുടെ പ്രസംഗം എന്താണ്? ഷുഡ് ബി ദി ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ ഓഫ് ദ ഗോസ്പൽ. ദൈവവചനത്തിന്റെ, സുവിശേഷത്തിന്റെ ശക്തി ദൈവവചനത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് നാം. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പ്രസംഗങ്ങൾ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, മറിച്ച് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു. ദൈവവചനം പ്രസംഗിച്ചപ്പോൾ പാപികൾ മാനസാന്തരപ്പെട്ടു, രോഗികൾക്ക് സൗഖ്യമുണ്ടായി, പിശാച് ബാധിതർക്ക് പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ള മോചനമുണ്ടായി. ഇന്നത്തെ ലോകത്തെ കീഴടക്കിയിരിക്കുന്ന പൈശാചികമായ ഇടപെടലിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമോചനം കൊടുക്കുവാൻ, സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവം ഈ തലമുറയിലാക്കിയിരിക്കുന്നത് പെന്തക്കോസ്ത് യുവജന സംഘടനയെയാണ്. പെന്തക്കോസ്ത് യുവജന സംഘടനയുടെ ബ്രദർ സാം പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള കോട്ടയം മേഖലാ കമ്മിറ്റിയെ ദൈവം അതിനായി ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.